കഴിഞ്ഞ T20 തോറ്റതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാമത്തെ T20 നാളെയാണ്. നാളെ ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പരമ്പര പിന്നെ കിട്ടില്ല. നാളെ സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ അവർ പരമ്പരയിൽ 2-1 മുന്നിലായിരിക്കും. പിന്നീട് ഒരു T20 മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പോഴത്തെ നാളത്തെ മൂന്നാം T20ക്ക് മുന്നേ 3 മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വന്നിരിക്കുകയാണ്. ഓപ്പണിങ്ങിലും ബൗളിങ്ങിലുമാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായിട്ട് ഓപ്പണിങ്ങിലാണ് മാറ്റം വന്നിരിക്കുന്നത്. സഞ്ജുവിനൊപ്പം തന്നെ അഭിഷേകും കളിക്കുന്നുണ്ട്. എന്നാൽ അഭിഷേക് ഇതുവരെ 7 T20 കളിച്ചിട്ടുണ്ട്. ആകെ കൂടി ഒരു സെഞ്ചുറി മാത്രമാണ് താരമടിച്ചത്. ബാക്കി എല്ലാ മാച്ചിലും ഫ്ലോപ്പാണ്. അതുകൊണ്ട് അഭിഷേകിന് ഇന്ത്യ മാറ്റുകയാണ്. പകരം ജിതേഷ് ശർമ്മ നാളെ ഓപ്പണിങ്ങിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജുവിനൊപ്പം തന്നെ ജിതേഷും കളിച്ചാൽ ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് കിട്ടും. അഭിഷേകിൻ്റെ T20 കരിയർ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. അടുത്തൊരു മാറ്റം മിഡിൽ ഓർഡറിലാണ്. തിലക് വർമ്മയ്ക്ക് പകരം രമൺദീപ് സിംഗ് ആയിരിക്കും നാളെ കളിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ബാറ്റിംഗ് ആണ് ഫ്ലോപ്പ്. അതുകൊണ്ടാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു മാറ്റം ബൗളിങ്ങിലാണ്. ഹർഷദീപ് സിംഗിന് പകരം പുതിയൊരു താരത്തെ ടീമിലേക്ക് എത്തിക്കുകയാണ്. അത് മറ്റാരുമല്ല, യാസ് ദയാലാണ്. ബൗളിംഗ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനാണ് ഇന്ത്യയുടെ പദ്ധതി. നാളത്തെ മാച്ച് ഇന്ത്യക്ക് എന്ത് വില കൊടുത്തും ജയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാളെ നല്ലൊരു ഓപ്പണിംഗ് ഇന്ത്യക്ക് ആവശ്യമാണ്. ഒരുപക്ഷെ നാളെ സഞ്ജു കത്തിക്കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നാളത്തെ ഇന്ത്യയുടെ പ്ലേയിങ്ങിൽ നോക്കാം. സഞ്ജു, ജിതേഷ് ശർമ്മ, സൂര്യകുമാർ, രമൺദീപ് സിംഗ്, അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, യാസ് ദയാൽ, രവി ബിഷ്ണോയ്, ആവേശ് ഖാൻ, വരുൺ ചക്രവർത്തി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് 11. നാളത്തെ മത്സരത്തിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ചായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ മാച്ചിൽ ഡെക്കിൽ പുറത്തായ സഞ്ജുവിനെ നാളത്തെ മാച്ചിൽ ഫോം ആകേണ്ടതുണ്ട്. ഒരുപക്ഷെ നാളെ സഞ്ജുവിൻ്റെ വെടിക്കെട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.